ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാം. HMT NAD സ്ഥലത്തോടെയുള്ള സീപോർട്ട് എയർപോർട്ട് റോഡ് നിർമ്മാണത്തിൻ്റെ സാങ്കേതിക അനുമതി ഇന്ന് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച അത് സംബന്ധിച്ചുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കും. അപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ 1/4 നൂറ്റാണ്ടിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം അവസാന ഘട്ടത്തിലേക്ക് എത്താണ്. തിങ്കളാഴ്ചയോടുകൂടി ടെൻഡർ ഡോക്യുമെൻ്റ് വരും. ചൊവ്വാഴ്ച പത്രങ്ങളിൽ അത് പ്രസിദ്ധപ്പെടുത്തും. അതാണ് ആദ്യമായി പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ ഒപ്പം മെഡിക്കൽ ക്യാമ്പിൻ്റെ 5ാമത്തെ എഡിഷനാണ് ജനുവരി 25-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് അടുത്തുള്ള സമറ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് നടക്കുന്നത്. ഇത്തവണ ഏകദേശം 10,000-ഓളം ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ആധുനിക പരിശോധനാ സംവിധാനങ്ങളും മൊബൈലായി ഒരുക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള മൊബൈൽ മാമോഗ്രാം യൂണിറ്റ്, അമൃത ഹോസ്പിറ്റലിൻ്റെ എക്കോ ഉൾപ്പെടെയുള്ള അൾട്രാസൗണ്ട് സ്കാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള വലിയ മൊബൈൽ യൂണിറ്റ്, ഈ സൗകര്യങ്ങളെല്ലാം ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. 35 ആശുപത്രികൾ ഈ ക്യാമ്പുമായിട്ട് സഹകരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എറണാകുളം ജില്ലയിലെ എല്ലാ പ്രധാന സ്വകാര്യ ആശുപത്രികളും മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒപ്പം തന്നെ ക്യാൻസർ സെൻ്ററും ഹോമിയോ വിഭാഗം ആയുർവേദ വിഭാഗം എല്ലാവരും ഒരു കുടക്കീഴിൽ വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമ്പായിരിക്കും ഒപ്പം മെഡിക്കൽ ക്യാമ്പ്. ജനുവരി 25 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ക്യാമ്പ് ആരംഭിക്കും. സാധാരണ വരുന്ന എല്ലാ രോഗികൾക്കും പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമായിരിക്കും, BP, ഷുഗർ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഡോക്ടർമാരെ കാണുക. കാർഡിയോളജി സംവിധാനം, വളരെ സുശക്തമായ കാർഡിയോളജി സംവിധാനം ഉണ്ടായിരിക്കും. അവിടെ ECG, എക്കോ, TMT ഈ സൗകര്യങ്ങൾ, ഈ പരിശോധനാ സൗകര്യങ്ങളും ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ലോകപ്രശസ്തനായിട്ടുള്ള കാർഡിയോ സർജൻ ജോസ് ചാക്കോ പെരിയപ്പുറം, അതുപോലെ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, ഇങ്ങനെയുള്ള നമ്മുടെ ആശുപത്രികളിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ സേവനവും നിശ്ചിത സമയം ഈ ക്യാമ്പിൽ ലഭ്യമാകും. പിന്നൊന്ന്, ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം സെർവിക്കൽ ക്യാൻസറിൻ്റെയും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ, അതിനാവശ്യമായിട്ട് പ്രത്യേക സൗകര്യം ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുന്നുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി ആശാ ടീച്ചേഴ്സ്, അവർക്കെല്ലാം പൂർണ്ണമായിട്ടും ഈ പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അവിടെ തന്നെ മൊബൈലായി മാമോഗ്രാം സൗകര്യം ഉണ്ടായിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ മറ്റ് ആശുപത്രികളുമായി ചേർന്ന് സൗജന്യമായി ആ മാമോഗ്രാം സേവനവും നൽകുന്നതായിരിക്കും. കഴിഞ്ഞ ക്യാമ്പുകളിലായി ഏകദേശം 48 പേർക്ക് നമുക്ക് മുട്ടുമാറ്റി വയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റ്, മറ്റ് പ്ലാസ്റ്റിക് സർജറികൾ, നിരവധി MRI സ്കാൻ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സൗജന്യമായി തന്നെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന ആളുകൾക്ക് ആവശ്യമായ മരുന്ന് നിശ്ചിത കാലാവധിക്കുള്ളത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ ക്യാമ്പിൽ നൽകുന്നത്. അപ്പോൾ വളരെ ഉപകാരപ്രദമാകുന്ന രൂപത്തിലാണ് കഴിഞ്ഞ 5 ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർമാർ കണ്ടാൽ എക്സ്റേ ആണെങ്കിൽ എക്സ്റേ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും, എക്കോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും, അൾട്രാസൗണ്ട് സ്കാനിങ്, ഇത്തരം സൗകര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഭാഗമായി കാണുന്നത് കളമശ്ശേരി മണ്ഡലം തിമിരരഹിത മണ്ഡലം, തിമിരരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ തിമിര വിമുക്ത മണ്ഡലം, തിമിരത്തിൽ നിന്ന് വിമുക്തമാകുന്ന ഒരു മണ്ഡലം എന്ന മട്ടിലേക്കാണ് തിമിര വിമുക്ത മണ്ഡലം. തിമിരമുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് അതിനുള്ള സർജറി നൽകും. തിമിര വിമുക്ത മണ്ഡലമായി, കേരളത്തിലെ ആദ്യത്തെ തിമിര വിമുക്ത മണ്ഡലമായി കളമശ്ശേരി മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പൂർണ്ണമായിട്ട് സൗജന്യമായി എല്ലാ പ്രധാന ആശുപത്രികളുമായി ചേർന്ന് BPCLൻ്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കളമശ്ശേരി മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും CPR സാക്ഷരത, പൂർണ്ണ സാക്ഷരത. ഇപ്പോൾ കുഴഞ്ഞു വീഴുന്ന മരണങ്ങൾ കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ചെറിയ ഒരു പൈലറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ 2 ദിവസം, പിന്നീട് എല്ലാവരുടെയും സൗകര്യാർത്ഥം 2 ദിവസം പ്രഖ്യാപിച്ചിട്ട് കോളേജുകൾ, സ്കൂളുകൾ, ജംഗ്ഷനുകൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, അതുപോലെ വ്യാപാരികൾ,
ഇവർക്കെല്ലാം കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവർക്കും CPR പരിശീലനം നൽകുന്ന സൗകര്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുന്നത്. പൂർണ്ണമായിട്ടും അതിനകത്ത് സാക്ഷരത നൽകുക എന്നതാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഏകദേശം 40,000-ഓളം ആളുകൾ പലതരത്തിലുള്ള ചികിത്സ സൗജന്യമായി ഈ ക്യാമ്പിൻ്റെ ഭാഗമായി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. 17-18 തീയതികളിൽ ഇതിന് രജിസ്ട്രേഷന് വേണ്ടിയുള്ള 2 ദിവസമായി കാണുന്നുണ്ട്. കൗൺസിലർമാർ, ആശാ വർക്കേഴ്സെല്ലാം ഇപ്പോൾ SIR-ലാണ്, അംഗനവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഇവരെല്ലാവരും, ക്ലബ്ബുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഈ സൗകര്യം വിനിയോഗിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.